ഹലോ മിസ്റ്റർ അപ്പുക്കുട്ടൻ, പ്ലീസ് മീറ്റ് മീ ഇൻ മൈ ക്യാബിൻ. ഓക്കെ സാർ. ഈ ഡ്രോയിങ് തൊട്ട് തീരുന്നുമില്ല, എന്തായാലും ഒന്ന് കേൾക്കേണ്ടി വരും. വരുന്നിടത്ത് വെച്ച് കാണാം. എക്സ്ക്യൂസ് മീ സാർ. യെസ്, ടേക്ക് യുവർ സീറ്റ്. ഡ്രോയിങ് ഒക്കെ ഇന്ന് വൈകുന്നേരത്തിനകത്ത് ഞാൻ തീർത്തോളാം സാർ. മിസ്റ്റർ അപ്പുക്കുട്ടൻ, സാർ congratulations on completing 1 year with this organization. താങ്ക് യു സാർ. All your ideas and contributions were excellent, and I must say you are very creative in your work. So, the company has decided to promote you as a senior associate. താങ്ക് യു സാർ. ഇനി മുതൽ നിങ്ങൾ ബാക്ക് എൻഡ് ജോലികൾ മാത്രം ചെയ്താൽ പോരാ, മുൻനിരയിലേക്ക് വരണം. ഇനി മുതൽ അപ്പുക്കുട്ടനായിരിക്കും ക്രിയേറ്റീവ് ടീം എന്നുള്ള US ക്ലയൻറ്റിൻ്റെ പോയിന്റ് ഓഫ് കോൺടാക്ട്. ഡെയിലി കോളുകളും ഹാൻഡിൽ ചെയ്യണം. എന്താ നിങ്ങൾ ഹാപ്പി അല്ലേ? എനിക്ക് പ്രൊമോഷൻ വേണ്ട സാർ, ശമ്പളം കൂടി തന്നാൽ മതി. വൈ? എൻ്റെ ഇംഗ്ലീഷ് ഒരു മെനയില്ലാത്ത ഇംഗ്ലീഷാണ് സാറേ. ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞാൽ തെറ്റും, ആൾക്കാരെന്നെ കളിയാക്കും, എൻ്റെ വിലയും പോവും, സാറിൻ്റെ ക്ലയൻറ്റും പോവും, എൻ്റെ ജോലിയും പോവും. മാത്രമല്ല ഇനി ഈ പ്രായത്തിൽ ഞാൻ എവിടെ പോയി ഇംഗ്ലീഷ് പറയാൻ പഠിക്കണം സാർ? ഇംഗ്ലീഷ് സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ലല്ലേ? വഴിയുണ്ട്. എനിക്ക് പരിചയമുള്ളൊരു സ്ഥാപനമുണ്ട്, ഇംഗ്ലീഷ് ഹൗസ്. അവരുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഇംഗ്ലീഷ് ലേണിംഗ് കോഴ്സിന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെന്നോ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നോ ഇംഗ്ലീഷ് ഹൗസിൽ നിന്ന് ഇംഗ്ലീഷ് പഠിക്കാം. പ്രായമോ വിദ്യാഭ്യാസമോ ഒരു പ്രശ്നമേ അല്ല അപ്പുകൂട്ടാ. 24 മണിക്കൂർ 3 പേഴ്സണൽ ട്രെയിനേഴ്സ് വീതം ഇംഗ്ലീഷിൽ നിങ്ങളുടെ എന്ത് സംശയം തീർക്കാനും അവൈലബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കാം സാർ. ഇംഗ്ലീഷ് ഹൗസിൽ നിന്നും ഇംഗ്ലീഷ് പഠിച്ച അപ്പുക്കുട്ടൻ ഇപ്പോൾ കോൺഫിഡൻസോടുകൂടി US ടീമുമായി സംസാരിക്കുന്നു. ഇംഗ്ലീഷ് ഹൗസ്, ഇംഗ്ലീഷ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ്. ഉത്തരാഖണ്ഡിലെ ഓലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഓലി എന്ന് പറയുന്ന ഉത്തരാഖണ്ഡ് ടൂറിസം മാപ്പിലെ വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. ഖഡുവാൽ ഹിമാലയൻ മലനിരകളുടെ ഇടയിൽ സമുദ്രനിരപ്പിൽ നിന്നും 9200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് ഓലി. പൂർണ്ണമായും ടൂറിസത്തെ ആശ്രയിക്കുന്ന ഓലി ഗ്രാമം ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന സ്കീയിങ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ്. ഇവിടെ ഇപ്പോൾ വിൻ്ററാണ്, തണുപ്പാണ്. പകല് നമുക്ക് ഒരു 0-നും 7-നും ഇടയ്ക്കാണ്, രാത്രിയിൽ -4 താഴും. ഓലിയിലെ ആദ്യ ദിവസം തന്നെ ശക്തമായ തണുപ്പും അതോടൊപ്പം ചെറിയ രീതിയിൽ മഞ്ഞുവീഴ്ചയും കാണാനായി. ഞാനിവിടെ ഒരു ഹട്ടിലാണ് താമസിക്കുന്നത്. ഈ ഹട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ മുമ്പിൽ കാണുന്നത് നന്ദാദേവി പീക്കാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് നന്ദാദേവി. 25,644 അടി ഉയരമുള്ള നന്ദാദേവി ഉയരത്തിന്റെ കാര്യത്തിൽ ലോകത്തിലെ തന്നെ 23-ാം സ്ഥാനത്താണുള്ളത്. സോൻഗാര, ബർമാൽ, ഹാത്തി പർവ്വത്, മുക്കുട്ട്, നീൽഗിരി തുടങ്ങി ഒട്ടനവധി ഉയരം കൂടിയ ഹിമാലയൻ പർവ്വതങ്ങളുടെ ഒരു നിര തന്നെ ഇവിടെ നിന്നും മുന്നിലായി നമുക്ക് കാണാം. പർവ്വതങ്ങളുടെ കാഴ്ചകളും ചുറ്റും പടർന്നു കിടക്കുന്ന കാടിന്റെ ഭംഗിയും കിളികളുടെ ശബ്ദവും ആസ്വദിച്ച് എത്ര സമയം വേണമെങ്കിലും ഒട്ടും മടുപ്പ് കൂടാതെ ഇവിടെ ചിലവഴിക്കാൻ കഴിയും. ഇവിടെ സ്കീയിങ് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മളിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. കുറച്ച് മേലോട്ട് കയറിയപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ചെയർ ലിഫ്റ്റിലാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് പോകുന്നത്. അവിടെയാണ് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്. 500 റുപ്പീസാണ് പെർ ഹെഡ് ടിക്കറ്റ് ചാർജ്. എന്തായാലും നമുക്ക് മുകളിലോട്ട് പോകാം. ചെയർ കാറിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് കേബിൾ കാർ പോകുന്ന കാണാം. അത് കുറച്ചും കൂടെ ഹൈറ്റിലാണ് പോകുന്നത്.
അത്യാവശ്യം നല്ല സ്പീഡുണ്ട്, ചെറുതായിട്ട് പേടിയൊക്കെ ആവുന്നുണ്ട്. അയ്യോ അയ്യോ തട്ടി. ഏകദേശം മുകളിലെത്താറായി. ഇവിടെ എത്തിയിട്ട് നമ്മൾ ഓടി ഇറങ്ങണം. ചേർക്കാർ അവസാനിക്കുന്ന സ്ഥലത്തുനിന്നും അല്പം മുകളിലായി ജോഷിമ ടോലി കേബിൾ കാറിന്റെ അവസാന സ്റ്റോപ്പും കാണാനാകും. മുകളിൽ വരെ എത്തിയിട്ട് കുറച്ച് താഴോട്ട് നടക്കാനുണ്ട്. താഴെ എത്തിക്കഴിയുമ്പോൾ ഇവിടെ കുറേ സ്നോ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. സ്കീയിങ് ഉണ്ട്, താഴെ പൊളാറിസ് റൈഡ് ഉണ്ട്. പിന്നെ ഈ കാണുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്, വേൾഡ്സ് ഹയസ്റ്റ് മാൻമെയ്ഡ് ലേക്ക്. വെള്ളമൊക്കെ ഫുള്ള് തണുത്ത് ഉറച്ചിട്ടുണ്ട്. ഇവിടെ നല്ല ശക്തിയിൽ കാറ്റടിക്കുന്നുണ്ട്. നെഗറ്റീവ് ടെമ്പറേച്ചറാണ്. ഇവിടുത്തെ തണുപ്പിൻ്റെ കാര്യം ഏകദേശം ഊഹിക്കാമല്ലോ. ചെറിയ പരിശീലനം ലഭിച്ചവർ വരെ അനായാസം സ്കീയിങ്ങിൽ ഏർപ്പെടുന്നുണ്ടായിരുന്നു. എങ്കിലും പരീക്ഷണത്തിന് മുതിർന്ന സാഹസിക പ്രിയരിൽ ചിലർക്കെങ്കിലും വീഴ്ചയിൽ ചെറിയ രീതിയിൽ പരിക്കേൽക്കുന്നത് കാണാനിടയായി. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള നീണ്ട യാത്രാ പദ്ധതികളെ ഓർത്ത് ഒരു തരത്തിലുള്ള സാഹസിക പരീക്ഷണങ്ങൾക്കും ഞാൻ മുതിർന്നില്ല. സ്നോയ്ക്കകത്തൊക്കെ ഇടാനൊരു വാട്ടർ പ്രൂഫ് ബൂട്ടൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ മഞ്ഞിൻ്റെ അകത്ത് ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഫുള്ള് മഞ്ഞുള്ളിലോട്ട് കയറി. ഇവിടെ സ്നോ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇവിടെ 100 റുപ്പീസിന് നമുക്കിവിടെ താഴെ ഒരു ബൂട്ട് കിട്ടും, റബ്ബർ ബൂട്ട്. റെൻറ്റിനാണ് ഇത് കിട്ടുന്നത്. ഈ ഗേറ്ററും കൂടി ഇട്ട് ക്ലോസ് ചെയ്താൽ മഞ്ഞിൻ്റെ അകത്ത് മുട്ടപ്പോളം മഞ്ഞിലൊക്കെ ഒരുവിധം സേഫായിട്ട് ഇറങ്ങാം. കാല് മരവിച്ച് പോകത്തില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്നോയ്ക്കകത്തോടൊക്കെ നടക്കുകയൊക്കെ ചെയ്തപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടോ. ഈ ബൂട്ടൊക്കെ ഇട്ടിട്ടേ ഈ ഉള്ളിൽ സ്നോ ഒന്നും കയറിയില്ലെങ്കിലും എവിടെയെങ്കിലും കുറച്ച് സമയം മഞ്ഞിൽ നടന്നിട്ട് നമ്മൾ 10 മിനിറ്റൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും കാല് വല്ലാതെ മരവിക്കും. അതിന് കാരണം ഇതിന് ഉള്ളിലുള്ള സോക്സ് കുറച്ച് നമ്മുടെ സ്വെറ്റൊക്കെ ഉണ്ടല്ലോ, അതങ്ങോട്ട് നന്നായിട്ട് തണുക്കുമ്പോൾ കാല് മരവിക്കും. കുറച്ചങ്ങ് നടക്കുവാണെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് വലിയ അധികം ബ്രേക്ക് എടുക്കാതെ നടക്കുവാണെങ്കിൽ കാല് ഹീറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ സ്നോ ആക്ടിവിറ്റീസൊക്കെ വരുന്നവർ എന്തായാലും ഒരു വാട്ടർ പ്രൂഫ് ബൂട്ടിൻ്റെ കൂടെ ഒരു ഗേറ്ററും കൂടെ പർച്ചേസ് ചെയ്താൽ സേഫ് ആയിരിക്കും. ഇതാ ഞാൻ മുട്ടപ്പം മഞ്ഞിലാണ് നിൽക്കുന്നത്. ഈ സ്കീ റിസോർട്ടിന് തൊട്ടടുത്തായാണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സിന്റെ മൗണ്ടനിയറിംഗ് ആൻഡ് സ്കീയിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ വിവിധ സെൻട്രൽ, സ്റ്റേറ്റ് പോലീസ് ഫോഴ്സുകളും ഇന്ത്യൻ ആർമിയും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് മൗണ്ടനിയറിംഗ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് സർവൈവൽ, സ്കീയിങ്, സ്നോ റെസ്ക്യൂ ഓപ്പറേഷൻ എന്നിവയിൽ വിദഗ്ധ പരിശീലനം നേടുന്നത്. ഒരു യൂറോപ്യൻ യാത്രയിലാണ് ആദ്യമായി സ്കീയിങ് റിസോർട്ട് കാണുന്നത്. എന്നാൽ അതേപോലെ മികച്ച സൗകര്യങ്ങൾ തന്നെയുള്ള സ്കീയിങ് റിസോർട്ട് നമ്മുടെ രാജ്യത്തും കണ്ടപ്പോൾ ഒരുപാട് അഭിമാനവും സന്തോഷവും തോന്നി. വൈകുന്നേരത്തോടെ ശക്തമായ തണുപ്പ് അനുഭവപ്പെടുകയും കൈകാലുകൾ മരവിച്ചു തുടങ്ങുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കാഴ്ചകളെല്ലാം ഒന്നുകൂടി ചുറ്റിക്കണ്ട് പെട്ടെന്ന് തന്നെ താമസ സ്ഥലത്തേക്ക് ഞാൻ തിരിച്ചു. ഉത്തരാഖണ്ഡിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ട്രക്കിംഗ് പാതയാണ് ഗോർസൻ ബുഗേൽ. ഓലി വില്ലേജിൽ ഞാൻ താമസിക്കുന്ന ഈ ഹട്ടിൽ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ കാണുന്ന ആ മലമുകളിലേക്കാണ് ഈ ട്രക്കിംഗ്. ഒലി വില്ലേജിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്ററാണ് അവിടേക്കുള്ള ദൂരം. ഇപ്പം മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് വളരെയധികം ദുർഘടമായിട്ടുള്ളൊരു ട്രക്കിംഗ് ആണത്. അതുകൊണ്ട് തന്നെ ഒരു ഗൈഡിൻ്റെ സഹായത്തോടു കൂടി അങ്ങോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഗോർസൻ ബുക്കേൽ ട്രക്കിങ്ങിൽ എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ കൂടെ ഉള്ളത് മോഹൻ സിംഗ് ജിയാണ്. മോഹൻ സിംഗ് ജിക്ക് ഏകദേശം 25 വർഷത്തെ ട്രക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഇവിടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള മഞ്ഞ് വീഴ്ചയിലും കറക്റ്റായിട്ട് റൂട്ടുകളും മഞ്ഞിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ സുരക്ഷിതമായിട്ട് പുറത്തെത്താൻ പറ്റും എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള
കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്, കാരണം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ട്രക്കിംഗ് റൂട്ട് ആക്ച്വലി അത്ര ടഫായിട്ടുള്ളൊരു റൂട്ടല്ല. പക്ഷേ ഇപ്പം ഭയങ്കരമായ മഞ്ഞുവീഴ്ച ഉള്ളതുകൊണ്ട് ഇപ്പം മഞ്ഞ് നന്നായിട്ട് മൂടി കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു ഇച്ചിരി ടഫറായിട്ടുള്ള ടെറൈൻ തന്നെയാണ്. ഈ മഞ്ഞിൽ നടക്കുമ്പോൾ ഉള്ള ഒരുപാട് ടിപ്സൊക്കെ പുള്ളി എനിക്ക് പറഞ്ഞു തന്നെ. എനിക്ക് ഫസ്റ്റ് തന്നെ പറഞ്ഞു തന്ന ഒരു ടിപ്പാണ്. ഞാൻ പോക്കറ്റിൽ കൈയിട്ടിട്ടാണ് നടന്നത്. അപ്പോൾ ഒരിക്കലും പോക്കറ്റിൽ കൈയിട്ടിട്ട് ഇതിലൂടെ നടക്കാൻ പാടില്ല. കാരണം ഇൻ കേസ് വീണാൽ മുഖം പിടിച്ചായിരിക്കും വീഴുക, ചിലപ്പോൾ പോക്കറ്റ് കൈയൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ. സോ അതാണ് ഫസ്റ്റ് ടിപ്പ്. ഇനി മുന്നോട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരിക്കുന്നു. ചലേ चले ഈ ട്രക്ക് ചെയ്യുന്ന ഈ റൂട്ടിൻ്റെ സൈഡിലായിട്ട് നമുക്ക് നന്ദാദേവി വൈൽഡ് ലൈഫ് സാഞ്ചുറി കാണാം. ഇവിടെ നല്ല ഭംഗിയുണ്ട് ഈ മരങ്ങൾ കാണാൻ. അപ്പോൾ മോഹൻജി പറഞ്ഞ് അത് ഗോൾഡൻ ഓക്കാണെന്ന്. അപ്പോൾ ഇതിൻ്റെ താഴത്തെ സൈഡിൽ സിൽവർ ഓക്കും കാണാൻ പറ്റും. രണ്ട് വെറൈറ്റിയാണ് ഇത്. പക്ഷേ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ആ മൊത്തം ഗോൾഡൻ ഓക്കിൻ്റെ ആ താഴത്തെ ഭാഗം മൊത്തം മഞ്ഞ് വീണ് നിറഞ്ഞു കിടക്കുന്നതാണ്. मोहन सिंह जी, ये पानी. हाँ ये एक गुट. अच्छा. हाँ गला भिगाना है, आपको एनर्जी मिलेगी, फिर आप आगे चलेंगे, फिर ऐसे करते करते और टॉप में जाएंगे हम. ഓക്കെ. ഒരു കവള് വെള്ളം കുടിക്കാൻ പാടുള്ളൂ പറയണേ. അധികം വെള്ളം കുടിച്ചാൽ നടക്കാൻ ബുദ്ധിമുട്ടാവും. ഒരു കവള് വെള്ളം കുടിച്ചാൽ എനർജി കിട്ടുന്നു. സോ ഒരു കവള് വെള്ളം കുടിച്ചിട്ട് ബാക്കി നടക്കാം. മരക്കൊമ്പുകളിൽ തങ്ങി നിൽക്കുന്ന വലിയ മഞ്ഞുപാളികൾ ചിലയിടങ്ങളിൽ താഴേക്ക് വീഴുന്നത് കാണാനാകുമായിരുന്നു. മഞ്ഞ് മൂടിക്കിടക്കുന്ന കാടിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാനാവാത്തതാണ്. എന്നാൽ അതേപോലെ തന്നെ അപകടം നിറഞ്ഞതുമാണ്. ഈ കഴിഞ്ഞ 1-2 വർഷത്തിനുള്ളിൽ ഇവിടെ ഈ ട്രക്കിംഗ് പാതയിൽ ഏകദേശം 5 പേരോളം മരണപ്പെട്ടു. മഞ്ഞ് വീഴ്ചയിലും മഞ്ഞിടിഞ്ഞും പിന്നെ അതുപോലെ തണുപ്പിലൊക്കെ പെട്ടിട്ട്. അപ്പോൾ ഇപ്പം താഴെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള മോണിറ്ററിംഗ് ഉണ്ട്. താഴെ അവിടെ റിപ്പോർട്ട് ചെയ്ത് അവരുടെ പെർമിഷൻ എടുത്ത് ഒരു ഗൈഡിൻ്റെ കൂടെ മാത്രമേ ഇപ്പം മേലേക്ക് വിടുന്നുള്ളൂ. പ്രത്യേകിച്ച് മഞ്ഞുള്ള സമയത്താണ് ഇത് കൂടുതൽ ഡേഞ്ചറസ് ആണ്. പിന്നെ ആരെങ്കിലും ഇവിടെ വരുവാണെങ്കിൽ നമ്മൾക്ക് താഴെ നിന്ന് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. നമ്മൾ കുപ്പിയോ പ്ലാസ്റ്റിക് ബോട്ടിൽസോ എന്തെങ്കിലും കൊണ്ടുവരുവാണെങ്കിൽ അത് നമ്മൾ തിരിച്ച് കൊണ്ടുപോയി താഴെ കൊണ്ടുപോയി കളയണം. അപ്പം ഇനി ആര് വരുവാണെങ്കിലും അത് ചെയ്യണം. നമ്മൾ പ്രകൃതിയോട് റെസ്പോൺസിബിൾ ആയിരിക്കണം. ये मेहंदी है, इसको मेहंदी बोलते हैं, जो हाथों में लगाते हैं, बालों में लगाते हैं, जो शादी में लगाते हैं ना हाथों में. रेडी इसका ये बिकता है. ഈ ഗോൾഡൻ ഓക്കിൻ്റെ ഇല നമ്മൾ പശുവിനും ആടിനും ഒക്കെ ഇവിടെ തീറ്റയായിട്ട് കൊടുക്കാറുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇതുപോലെ മരത്തിൽ നിന്നിട്ട് ഇതുണ്ട്. ഈ സാധനം നമ്മൾ മെഹന്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. കറക്റ്റ് തന്നെ. मंदिर है यहाँ पर, तो ये इसलिए है कि गाय भैंस की जो है रखवाली करने का. जो गाय भैंस लेकर आता है हमें छोड़ देता है. उसके बाद अगस्त में पूजा होती है. हर गांव वाले यहाँ पूजा करने के लिए आती है. इसकी गाय सेपरेट रहेगी यहाँ पर, पूजा करता है. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് പടിയാർ ദേവതാ മന്ദിർ കാണാം. ഇവിടുത്തെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ കറവ ഇല്ലാത്ത പാല് നൽകാത്ത പശുക്കളെയോ അല്ലെങ്കിൽ കൃഷി സ്ഥലത്ത് ജോലി ചെയ്ത് വയ്യാതായ മൃഗങ്ങളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ഗ്രാമവാസികൾ വിടും. അപ്പോൾ ഇവിടുത്തെ മന്ദിറിലെ ദേവത ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഇവരുടെ വിശ്വാസം. ട്രക്കിങ്ങിനായി സ്വതവേ ആളുകൾ ഉപയോഗിക്കുന്ന പാതയാണ് ഞങ്ങളും തിരഞ്ഞെടുത്തത്. എന്നാൽ ആ ദിവസം ട്രക്കിങ്ങിനായി വിരലിലെണ്ണാവുന്ന ആളുകളെ മാത്രമേ കാണാനായുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വഴിയിൽ മഞ്ഞുറച്ച് മിനുസപ്പെട്ട് കയറ്റങ്ങളിൽ നല്ല തെന്നൽ അനുഭവപ്പെടുകയും പലവട്ടം ഞാൻ വീഴുകയും ചെയ്തു.
വീഴ്ചകൾ ഒഴിവാക്കുന്നതിനും മഞ്ഞിലൂടെയുള്ള ട്രക്കിങ്ങിൻ്റെ ഏറ്റവും മികച്ച അനുഭവം എനിക്ക് ലഭിക്കാനുമായി മോഹൻ സിംഗ് ജി ആളുകൾ ഉപയോഗിക്കാത്തൊരു പാത തിരഞ്ഞെടുത്തു. എന്നാൽ ഈ പാതയിൽ പുതിയതായി വീണ് കിടക്കുന്ന മഞ്ഞിൽ മുന്നോട്ട് വെക്കുന്ന ഓരോ ചുവടുകളും താഴ്ന്നതുകൊണ്ട് തന്നെ ചെറിയ കയറ്റം പിന്നിട്ടപ്പോൾ പോലും നല്ല തളർച്ച അനുഭവപ്പെട്ടു. മഞ്ഞിലൂടെയുള്ള എൻ്റെ ആദ്യ ട്രെക്കിംഗ് ആയതിനാൽ മുകളിലെത്താതെ പിന്മാറില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ക്ഷീണം അനുഭവപ്പെടുമ്പോൾ ചെറിയ ഇടവേളകളെടുത്ത് മുന്നോട്ട് നീങ്ങി. സ്വതവേ ആളുകളെല്ലാം ട്രെക്കിംഗ് അവസാനിപ്പിക്കുന്ന പോയിന്റിലാണ് ആദ്യം ഞങ്ങൾ എത്തിയത്. അവിടെ നിന്നും ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ കാമേട്ടും താഴെ നിന്നും കാണാനാവാത്ത മറ്റൊട്ടനവധി പർവ്വതങ്ങളും കൺമുന്നിൽ തെളിഞ്ഞു. പർവ്വതങ്ങളെ പറ്റിയുള്ള ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളുമൊക്കെ മോഹൻ സിംഗ് ജി എനിക്ക് വിശദീകരിച്ച് തരുന്നുണ്ടായിരുന്നു. അല്പസമയം അവിടെ ചെലവഴിച്ച ശേഷം ഏറ്റവും ഉയർന്ന പോയിന്റിലേക്ക് എത്താമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. തണുപ്പും ഉയരവും ഒന്നും മോഹൻ സിംഗ് ജിയെ ഒട്ടും അലട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടൊപ്പം നടന്നെത്തുവാൻ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി. വീണ്ടും ചെറിയൊരു വിശ്രമത്തിന് ശേഷം ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. എന്നാൽ മുന്നോട്ട് നീങ്ങും തോറും ITBP അടക്കം ട്രെക്കിംഗ് പരിശീലനം നടത്തുന്ന ഉയർന്ന പോയിന്റിലേക്കുള്ള ദൂരം അത്ര ചെറുതല്ല എന്നെനിക്ക് മനസ്സിലായി തുടങ്ങി. നേരം വൈകുകയും തണുപ്പിൻ്റെ കാഠിന്യം വീണ്ടും വർദ്ധിക്കുകയും അതോടൊപ്പം അല്പം മുന്നിലായി സ്നോ ലെപ്പേഡിൻ്റേതെന്ന് തോന്നിപ്പിക്കുന്ന കാൽപ്പാടുകൾ കൂടി കണ്ടതോടെ ഒരുപാട് മുന്നോട്ട് പോകേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ അടുത്ത ഉയർന്ന പോയിന്റിലെത്തി ഗോർസൺ ബുഗയാൽ ട്രെക്കിംഗ് ഞങ്ങൾ അവസാനിപ്പിച്ചു. ജീവിതത്തിലെ അവിസ്മരണീയമായ അനുഭവമാണ് ഗോർസൺ ബുഗയാൽ എനിക്ക് സമ്മാനിച്ചതെന്ന് നിസ്സംശയം പറയാനാകും.